എന്താ രാമേന്ദ്ര പ്രശ്നം? ഡോക്ടർ മോൻസൺ എന്നാണ് പറയുന്നത്. തള്ളിപ്പറയാൻ അന്തസ് ഉണ്ടോ യൂത്ത് കോൺഗ്രസ് നേതാവേ? തള്ളിപ്പറയാൻ അന്തസ്? എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. നീയാണല്ലോ കോടതി ഓടാമേര്. KPCC പ്രസിഡന്റ് പോക്സോ കേസിലെ പ്രതിയായ ആഗോള തട്ടിപ്പുകാരനായ ഒരുത്തരെ ഇന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ്? ഡോക്ടർ മോൻസൺ എന്നാണ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ജയ്ക്ക്, അതായത് പാർട്ടി സെക്രട്ടറി, ഇത് തോന്നിയവാസമാണ് എന്നാണ് അബിൻ പറയുന്നത്. 164 വിവരം എന്ന് പറഞ്ഞുകൊണ്ട് ആധികാരികമായി കേരളത്തിലെ മുഴുവൻ മീഡിയ അഭിസംബോധന ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. നിയമത്തിന്റെ എല്ലാ വഴിത്തിരിവിലേക്കും പാർട്ടി ഇങ്ങനെ കൈനീട്ടി വെച്ചിട്ടുണ്ടോ? അവിടെ നിന്നുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എനിക്കറിയില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഈ കേസിനെ സംബന്ധിച്ചുള്ള അവരുടേതായ അഭിപ്രായങ്ങൾ ചിലത് അങ്ങേയറ്റം പരിഹാസ്യമെന്ന് എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കില്ലല്ലേ? എവിടെ ചെന്നാലും കച്ചറ, കച്ചറാണ് ഞാനും കച്ചറ. ദാദാ എന്ന് പറഞ്ഞ് അവസാനം ദാദാവിന്റെ അവന്നെ. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിയുടെ പല വാദങ്ങളും തോന്നിവാസം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രയോഗവും കേട്ടപ്പോൾ ഞാൻ താളാത്മകമായി തന്നെ അത്തരം വാദങ്ങളെ യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇത് ശുദ്ധ തോന്നിയവാസമാണ്, ഇത് അസംബന്ധമാണ് എന്നുള്ളത്. ഞാൻ 124 സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഞാനിവിടെ വിശദീകരിച്ചത് എന്തുകൊണ്ടാണ്? എന്താ കാര്യം? ഞാൻ 124 സ്റ്റേറ്റ്മെന്റ് ഓൺ ചെയ്ത ആളല്ല. അത് 124 സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണോ? അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ച് പറയട്ടെ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പബ്ലിക് ഡൊമൈന് മുമ്പിൽ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും മുമ്പിൽ തന്നെ അത്തരം സന്ദേഹങ്ങൾ വിശദീകരിക്കട്ടെ. നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ആവർത്തിച്ച് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി നമ്മളുടെ മുമ്പാകെ വിശദീകരിക്കുകയാണ്. ഇത് ശുദ്ധ തോന്നിവാസമല്ലേ, ശുദ്ധ തോന്നിവാസമല്ലേ? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്തരം ഗൗരവപൂർണമായ ഒരു വാർത്ത കേരളത്തിലെ 3ാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുഖമായ പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് അത് ഗൗരവപൂർണമാം വിധം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ വിശദീകരിക്കാൻ, എന്ന് നമ്മൾ കരുതാൻ കാരണം എന്താണ്? പറഞ്ഞ ആളാണല്ലോ. അടി 5 രൂപ, 5 രൂപ താൻ തോറ്റ 5 രൂപ താൻ എനിക്ക് തരണം, ഞാൻ തോറ്റ 5 രൂപ എനിക്ക് 5 രൂപ. അതിന്റെ കാരണം കേരളത്തിലെ KPCC പ്രസിഡന്റിന്റെ അന്യാദൃശ്യമായ രാഷ്ട്രീയ അന്തസ്സാണ് എന്നിവിടെ പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കുമേ അത് തോന്നിയവാസമാണോ അല്ലയോ എന്നുള്ളതിന് ഞാൻ വിധി എഴുതുന്നില്ല. ഞാൻ വിധി എഴുതാൻ ആളല്ല. ഈ ചർച്ച ശ്രമിക്കുന്ന ബഹുമാന്യരായ കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള, അന്തസ്സുള്ള കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരെ വിലയിരുത്തട്ടെ. ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.